നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വന്തം ഒടുവിലെ കാര്യം ഒഫീഷ്യലായിരിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ഡേവിഡ് കാറ്റലെ പറഞ്ഞു വിട്ടിരിക്കുന്നു. സാക്ക് ചെയ്തു എന്ന് പറയാം, പക്ഷേ ഒഫീഷ്യലി സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുമ്പോൾ മ്യൂച്വൽ ആയിട്ട് തീരുമാനമെടുത്തു എന്നൊക്കെയാണല്ലോ പറയുക. ബൈ മ്യൂച്വൽ എഗ്രിമെൻറ്റ് വഴി വിരിഞ്ഞതാണ്. ഡേവിഡ് കാറ്റലക്കൊപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പിംഗ് കോച്ചിനെയും സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചിനെയും പറഞ്ഞു വിട്ടിട്ടുണ്ട്. കാറ്റലയുടെ സ്റ്റാഫിലുണ്ടായിരുന്നവരെ പറഞ്ഞു വിട്ടു എന്നർത്ഥം. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒഫീഷ്യലി വന്നു എന്ന് മാത്രം. ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് അറിയിക്കുന്നത് എങ്ങനെയാണ്: ദി ക്ലബ് ക്യാൻ കൺഫേം ദാറ്റ് ഡേവിഡ് കാറ്റല ഹാസ് സ്റ്റെപ്ഡ് ഡൗൺ ഫ്രം ഹിസ് റോൾ അറ്റ് ദി ക്ലബ് ബൈ മ്യൂച്വൽ കൺസെൻറ്റ്. ഡേവിഡ് കാറ്റല അദ്ദേഹത്തിൻ്റെ ക്ലബിലെ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയിരിക്കുകയാണ്. അത് പരസ്പരം ഒരുമിച്ചുള്ള ഒരു സമ്മതപ്രകാരം, ഒരുമിച്ചെടുത്ത തീരുമാനപ്രകാരമാണ് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സ് ഡേവിഡിന് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലിസത്തിനും ക്ലബിൽ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്തെ കോൺട്രിബ്യൂഷൻസിനും എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. ഒപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നന്ദി അറിയിക്കുന്നു ഗോൾ കീപ്പിംഗ് കോച്ച് അലക്സ് ഓർട്ടിസിനും സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ച് അലക്സ് മോഡക്കും. അവരും വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ക്ലബ്ബ് വിടുമെന്ന് ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിരിക്കുകയാണ്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത കോച്ചിന് വേണ്ടി ആരാധകരെ കാത്തിരിക്കുന്നു. ആഷ്ലി വെസ്റ്റ്വുഡ് ഇമ്മീഡിയറ്റ്ലി ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ റാഫ് ടോക്സിൽ എത്താം.